അത് കണ്ടപ്പോ തന്നെ ആകെ ഒരു ഇതായി, നമ്മളെ കൊണ്ട് പറ്റുമോ എന്താണെന്ന് അറിയില്ല. കോഴ്സിന്റെ മുന്നേ തന്നെ അത്യാവശ്യം ഇതെടുത്തു കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ എന്നുള്ള അത് പ്ലേസ്മെന്റ് ഡ്രൈവ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഫിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടുന്ന് കിട്ടിയ മോക്കപ്പ് ആയാലും മോക്കപ്പ് ഇന്റർവ്യൂസ് കുറെ കിട്ടി, പിന്നെ മാനേജർ സെക്ഷൻസ് അങ്ങനെ. In today's session, I am pleased to introduce the BIM students who have successfully completed their training and now placed in a top MNC company in Cochin. സോ അവരുടെ ബിം ജേണിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ ചാലഞ്ചസ്, എങ്ങനെയായിരുന്നു അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അഫ്ല, അപ്പോൾ നമ്മളെ പോലെ പരിചയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ മറ്റേ ഫുട്ബോൾ ടൂർണമെൻറ്റ് വെച്ചിട്ട് കാണുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ടീമിലായിരുന്നു അത്. അപ്പോൾ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലേസ്ഡായി, കാരണം ഒരു ആക്റ്റീവ് മെമ്പറാണ്. സോ ACF സ്കിൽസിൽ വരാനുള്ള കാരണം, അല്ലെങ്കിൽ അതിന് മുമ്പ് എങ്ങനെ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഡിപ്ലോമ കഴിഞ്ഞിട്ട്, ഡിപ്ലോമ ഓട്ടോമൊബൈലാണ് ചെയ്തിരുന്നത്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ടൊയോട്ടയിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ടൊയോട്ട എവിടെ സ്ഥലം? മലപ്പുറം. ഓക്കെ. ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ ടെക്നിക്കലായിട്ടുള്ളൊരു കുറച്ചുകൂടി ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബിടെക് മെക്കാനിക്കൽ ചെയ്യാൻ കരുതി. ഓക്കെ. അങ്ങനെ 1 ഇയർ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബിടെക് ചെയ്തു. ബിടെക് ചെയ്തപ്പോൾ പിന്നെ ഇനി എന്ത് എന്നുള്ള ഒരു ഇതിലെത്തി. അപ്പം ഇങ്ങനെ ഈ ഒരു സ്കില്ലും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ഇനി അടുത്ത എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതിൽ നിന്നപ്പോഴാണ് ഒരു ഫ്രണ്ട് വഴിയാണ് ഇത് അറിഞ്ഞത്, ബിമ്മിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ബിം എന്താന്നും കൂടെ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ബിം എന്താന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ അത് എന്താന്നുള്ളതൊന്നും കൂടെ അന്വേഷിച്ചു. പിന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പിന് വന്നിട്ടുണ്ടായിരുന്നു, അല്ല കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ ക്ലാസ് കിട്ടി. അപ്പോൾ സാറ്റർഡേ ചെയ്തു. അപ്പോൾ നല്ല കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി. പിന്നെ ഇത് തന്നെ ചൂസ് ചെയ്യാന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ എത്തി. അപ്പോൾ ഈ ജേണിയിൽ എന്തായിരുന്നു ഇതൊരു ബെനിഫിറ്റ് ആണ്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്ലേസ്ഡ് ആയി എന്നുള്ളൊരു ബെനിഫിറ്റ്? നല്ല ബെനിഫിറ്റ്. ഓക്കെ. അപ്പോൾ ഇത് പ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ എളുപ്പം പറ്റിയോ, അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു? അത് പ്ലേസ്മെന്റ് ഡ്രൈവ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഫിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് കിട്ടിയ മോക്കപ്പ് ആയാലും മോക്കപ്പ് ഇന്റർവ്യൂസ് കുറെ കിട്ടി, പിന്നെ മാനേജർ സെക്ഷൻസ് അങ്ങനെ അത്യാവശ്യം നല്ല ട്രെയിനിങ് ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് ഇന്റർവ്യൂ ഇപ്പൊ ലാസ്റ്റ് നടന്ന ഇന്റർവ്യൂ ഒരു കുഴപ്പമില്ലാതെ കോൺഫിഡന്റോടുകൂടെ ചെയ്യും. ടൂൾ ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? എക്സാം ടെക്നിക്കൽ റൗണ്ട് അല്ലാതെ ടൂൾ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടൂൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നല്ല രീതിക്ക് തന്നെ. ടൂൾ ടെസ്റ്റ് നമ്മളിത് ഇവിടെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്, അതുപോലെ തന്നെ ചെയ്തുകൊണ്ട്. ഇപ്പോൾ എനിക്കും അതൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. കാരണം നമ്മളിപ്പോൾ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തിയ സമയത്ത് 60+ സ്റ്റുഡൻസ് മാത്രമല്ല, കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സൈഡും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളെ കുറേ പേര് ഇതിലേക്ക് പ്ലേസ്ഡ് ആയി. നമ്മുടെ ഈവൻ നിങ്ങളുടെ ബാച്ചിലത്തെ 90% ആൾക്കാരും പ്ലേസ്ഡ് ആയി. കാരണം ആ ബാച്ചിൻ്റെ കൂടി സ്ട്രെങ്ത് ആണ് ഞാൻ കാണുന്നത്. ബാച്ചിൻ്റെ നിങ്ങളുടെ ഒരു ഓപ്പൺ മൈൻഡ്നെസ്സും ഉണ്ട്, നിങ്ങളുടെ ഒരു ആക്റ്റീവ്നെസ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും കൂടുതൽ പറഞ്ഞു തരാനും ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾക്ക് അപ്പോൾ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നത് എന്താ പറയുക, ജോബ് കിട്ടുമെന്നില്ലേ എന്നൊക്കെ ആയിരുന്നു? കോഴ്സിന്റെ മുന്നേ തന്നെ അത്യാവശ്യം എടുത്തു കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ എന്നുള്ള ഫിയറും എടുത്തു. പക്ഷെ ജോബ് കിട്ടുമെന്നുള്ള പിന്നെ നമ്മളിവിടെ ചെയ്ത പ്രൊജക്റ്റ് ആയാലും പിന്നെ മെന്റേഴ്സ് എന്നുള്ള ഇത് കിട്ടിയത് ഒക്കെ ട്രെയിനിങ് ആയാലും ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്കിത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ആ ഫിയറും കാര്യങ്ങളൊക്കെ മാറി കിട്ടി. സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? നിങ്ങളിപ്പോ എന്താ കോഴ്സ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇത് അയ്യോ ഇത് ഇത്രയും സംഭവം നടക്കൂല്ലേ അങ്ങനെ തോന്നലുണ്ട്? അതെ, ഫസ്റ്റ് ഞാൻ വന്നത് തന്നെ ഇവിടെ വർക്ക്ഷോപ്പിന് വന്നത് തന്നെ ഈ ഒരു ഡ്രോയിങ് കാണിച്ചു തന്നു. അതായത് നമ്മുടെ HVAC എല്ലാ ഡിസിപ്ലിനുള്ള ഒരു ഡ്രോയിങ് കാണിച്ചു തന്നു. അത് കണ്ടപ്പോ തന്നെ ആകെ ഒരു മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ എന്താ ഉള്ളതെന്ന് അറിയുന്നില്ലല്ലോ, അത് കാണുമ്പോൾ അറിയില്ല. ഇതിപ്പോ പറ്റുമോ, നമ്മളെ കൊണ്ട് പറ്റുമോ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളും കിട്ടിയിട്ട് പിന്നെ അതിന് വന്ന് ചേർന്നു. പിന്നെ ഈ ട്രെയിനേഴ്സിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് കാര്യങ്ങൾ അതൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ആ ഫിയർ ഇങ്ങനെ കുറഞ്ഞു വന്ന് ലാസ്റ്റ് അതൊരു കോൺഫിഡൻസ് ആയിട്ട് ജോബ് കിട്ടും എന്നുള്ളൊരു ഉറപ്പ്. ഓക്കെ. അത് എപ്പോഴാണ്, ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് റെഡിയാണ്, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലായത്? അത് നമ്മൾ ഇവിടെ ചെയ്ത ലൈവ് പ്രോജക്റ്റ് ആയാലും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനേഴ്സ് എന്നുള്ള
നല്ലൊരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ട്. ഇന്റേൺഷിപ്പ് എങ്ങനെയായിരുന്നു? നല്ല രീതിക്ക് പെർഫോം എങ്ങനെ ട്രാക്കിംഗ് ഉണ്ടായിരുന്നു അതിന്റെ? ഇന്റേൺഷിപ്പ് ഒക്കെ നല്ല. അപ്പോൾ അവര് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ചോദിച്ചിരുന്നു. ഓക്കെ. അങ്ങനെ അത്യാവശ്യം ക്വാളിറ്റി ചെക്ക് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ക്വാളിറ്റി ചെക്ക്, ലാസ്റ്റ് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേസി അപ്പ് സ്കിൽസ് നിങ്ങൾ ലേണിംഗ് ഉണ്ടായിരുന്നു, അതല്ലാത്ത ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിന്റെ ഒരു അനുഭവം എന്താണ്? നന്നായിരുന്നോ അതർ ദാൻ കോഴ്സ് കരിക്കുലം? അതെ, നന്നായിരുന്നു. ഇപ്പോൾ മെന്റേഴ്സ് ആയാലും ഈ ട്രെയിനേഴ്സ് ആയാലും എല്ലാവരും നല്ല അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു കിട്ടിയിരുന്നത്. സ്പേസിനെ പറ്റി എന്താണ് അഭിപ്രായം? പേസിയിലെ നിങ്ങൾ കോഴ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്പേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വെരി നല്ല ഒരു ഓഫീസ്, നമ്മളൊരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യണ ആ ഒരു ഫീലാണ് നമുക്ക് അവിടെ നിന്ന്. അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ വരുന്ന സ്റ്റുഡൻസിന് BIM കരിയർ എന്നുള്ള കരിയർ ചൂസ് ചെയ്യും. നിങ്ങളിപ്പോൾ അതേ പാത്ത് കൂടെയാണല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കുള്ള ഒരു കുറേ ഫിയർ ഫാക്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടെ അതിൽ കൂടെ എന്തൊക്കെയാണ് നിങ്ങളൊരു അഡ്വൈസ് അവർ കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഒന്നാമത് ഫിയർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇത്രയും ഫീസിന്റെ ഒരു കാര്യത്തിൽ അത്യാവശ്യം നല്ല ഫിയർ ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോബ് കിട്ടും അങ്ങനെ ഉണ്ട്. പിന്നെ ഈ BIM എന്താന്ന് അറിയാതെ കുറെ ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറെ ഇപ്പൊ ഞാൻ അതിന്റെ മുന്നേ തന്നെ ഇവിടെ വരുന്നതിന്റെ മുന്നേ പുറത്ത് കുറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ച് നോക്കിയത് ഈ BIM-നെ പറ്റിയിട്ട്. അപ്പൊ അവിടെ അത്യാവശ്യം അവർ കുറെ ആവശ്യമില്ലാത്ത കുറെ സോഫ്റ്റ്വെയർസ് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോ നമുക്ക് അത്യാവശ്യമില്ലാത്തൊരു കാര്യം വേർഡ്, എക്സല്, PDF അങ്ങനത്തെ അവര് സോഫ്റ്റ്വെയർ അപ്പൊ BIM സോഫ്റ്റ്വെയർസ് അത്രയും സോഫ്റ്റ്വെയർസ് ഉൾക്കൊള്ളിക്കുമ്പോ ഈ ഫീസ് എന്ന് പറയുമ്പോ ഇപ്പോ നമുക്ക് കാണുമ്പോ സ്റ്റുഡൻസിന് ഇതൊരു വെറുത്താണെന്നുള്ളൊരു ലിസ്റ്റ് കുറെ ഉണ്ടല്ലോ. അതെ, ലിസ്റ്റ് കുറെ ഉണ്ട്. അപ്പൊ ശരിക്കും അതിന്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ആ സിലബസ്, എനിക്ക് ഇവിടുന്ന് സിലബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിലബസ് നോക്കിയപ്പോ തന്നെ അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ആ ഒരു ഇത് കിട്ടി ഇവിടെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഗിമ്മിക്ക് നമ്മളും കുറെ ഫേസ് ചെയ്ത് കുറെ കുട്ടികളും പറയാറുണ്ട് ആക്ച്വലി. കാരണം ഒരുപാട് സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്ന ആക്ച്വലി വർത്ത് അല്ലേ ആക്ച്വലി. അതിപ്പോ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അറിയാൻ പറ്റും. അതെ, അറിയാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ സോഫ്റ്റ്വെയർ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫീസിന്റെ കുറവാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ. ഓക്കെ. എനിവേ, അപ്പൊ എന്തായാലും നിങ്ങൾ കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ACF സ്കിൽസ് ചൂസ് ചെയ്ത്. ആ ചൂസ് ചെയ്ത് എന്തായാലും റിസർച്ച് ചെയ്തിട്ട് ഓക്കെ, ആ ചൂസ് ചെയ്ത് സാറ്റിസ്ഫാക്ടറി ആണ് എന്തായാലും. എനിവേ, അപ്പോൾ എന്തായാലും വെരി ഹാപ്പി ടു യു ബി പ്ലേസ്ഡ് ഇൻ MNC company. So all the best for your best career. Thank you.